ഹലോ, ഇപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഷോർട്സൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കുറേയൊക്കെ മടിയാണ്, പിന്നെ കുറച്ചൊക്കെ തിരക്കുമുണ്ട്. അങ്ങനെ രാവിലെ തന്നെ പഠിക്കാനൊക്കെ ഇരിക്കുകയാണ്. ഇപ്പം എൻ്റെ കൂടെ ഈ ഒരു ബോട്ടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇന്ന് പഠിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയലാണ്. പഠിച്ചാലും തീരാത്ത സബ്ജക്റ്റുകളിൽ ഒന്നാണ് ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. കണ്ടമാനം ടോപ്പിക്സ് ഉണ്ട്, പക്ഷേ പഠിച്ചാലൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്ന സബ്ജക്റ്റുമാണ്. ഒരു പ്രോപ്പർ റിവിഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ റിവിഷൻ ചെയ്യാൻ എന്നോട് ചില നേരം മറന്നു. എനിക്കിങ്ങനെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഞാൻ പഠിച്ചല്ലോ, ആ ഒരു ഫീലേക്ക് എനിക്കുണ്ടാവുക. ഞാനൊരു വീഡിയോയിൽ കേട്ടിട്ടുണ്ട്, നമ്മൾ 3 സ്റ്റെപ്പ് ആക്കിയിട്ട് എടുക്കുക. ഫസ്റ്റ് ഇത് നമ്മൾ ജസ്റ്റ് വെറുതെ വായിച്ചു പോവുക. രണ്ടാമത് നമ്മൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് കീവേഡ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. മൂന്നാമത് നമ്മൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുക. അങ്ങനെയാവുന്ന നേരം അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞോളും. പിന്നെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കൊരു കൊറിയർ വന്നിട്ടുണ്ടേനി. ഞാനൊരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടേനി. അതുപോലെ തന്നെ എനിക്കൊരു കൊറിയർ അയക്കാനുണ്ടേനി. അതിൻ്റെ കഥയൊന്നും പറയണ്ട, ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. പിന്നെ ഫുഡൊക്കെ കഴിച്ചു തരാൻ ഞാൻ അടുത്ത പോർഷൻ നോക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കൂടിക്കൂടി വരികയല്ലാണ്ട് വേറെ നമ്മുടെ കയ്യിൽ യൂസൊന്നുമില്ല. അങ്ങനെ അത് വിചാരിച്ച് ഇരുന്ന് പഠിക്കുകയാണ്. ആ ഒരു സമയം ഞാൻ കുറേ പോർഷൻസ് കംപ്ലീറ്റ് ആക്കി. ഞാൻ ചെയ്യൂലെന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും ഞാൻ അപ്പോഴത്തേക്കും ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പോർഷൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റിവിഷൻ ചെയ്തില്ലെങ്കിൽ ഇത് ആ വഴിക്ക് അങ്ങോട്ടേക്ക് പോകും. സിവിലൈൻസിൻ്റെ MCQ ബുക്കാണ് ഞാൻ ഓർഡർ ചെയ്ത്. അപ്പോൾ ഇതാണ് ആ ബുക്ക്. ഞാൻ ഇതുവരെയായിട്ടും ഗൈഡൊന്നും വാങ്ങിയില്ല ഇനി. അപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് ഒരു പേടിയുണ്ട്, ഇനി ഇത് നല്ല ബുക്ക് തന്നെയാണോ എന്ന്. പക്ഷേ വായിച്ചപ്പോൾ അടിപൊളി ബുക്കാണ്. ഇനി കൊറിയറിൻ്റെ കാര്യം പറയാം. എനിക്ക് 2 പ്രൊഡക്റ്റാണ് കൊറിയർ ചെയ്യാളുടെ. ഇനി ഒന്നാമത്തെ ഫ്രെയിമും രണ്ടാമത്തെ കലണ്ടറും. ഫ്രെയിം ഞാൻ എപ്പോഴോ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേനി, പക്ഷേ അഡ്രസ്സ് എഴുതിയതിലൊരു പറ്റിപ്പോയി. ഫ്രം അഡ്രസ്സിൽ എൻ്റെ പേരും ടു അഡ്രസ്സിൽ പ്രൊഡക്റ്റ് എത്തേണ്ട ആളെ പേരും നമ്പറും എഴുതാനോട് മറന്നു. ഞാൻ ഫുള്ള് പാക്ക് ചെയ്തതുമാണ്. ഇത് ഞാൻ ശ്രദ്ധിക്കുന്ന കൊറിയർ കൊടുക്കാൻ പോകുന്നേരം പിന്നെ ഒന്നും കൂടെ സംഭവം എല്ലാം അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് എഴുതി ഒട്ടിച്ച് അങ്ങനെ കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ.